വല്ലച്ചിറ നാദം ഓർക്കസ്ട്ര പി ജയചന്ദ്രന് അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു. എന്നിരുന്നാലും പൊതുവേദികളിലൊക്കെ അദ്ദേഹം എത്തിയിരുന്നു. പെട്ടെന്നാണ്, പ്രായമുണ്ടെങ്കിലും പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചത്. മലയാളത്തിന് ഒത്തിരി നല്ല ഗാനങ്ങൾക്ക് ശബ്ദം നൽകുകയും അത് മലയാളിയുടെ മനസ്സിൽ വലിയ രീതിയിൽ ഇടം പിടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൻ്റെ നല്ല പ്രധാന പാട്ടുകളൊക്കെ അദ്ദേഹം പാടുകയും ആ പാട്ടുകളുടെ പ്രത്യേകത യേശുദാസിനോളം പാട്ടുകളൊന്നും അദ്ദേഹം പാടിയിട്ടില്ല. പക്ഷേ പാടിയ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ആ പുരസ്കാരങ്ങളൊക്കെ മലയാളത്തിൻ്റെ അംഗീകാരമായിട്ട് മാറുകയാണ്. മലയാളിക്ക് ഇനി ജയചന്ദ്രൻ്റെ ശബ്ദം ഇനി നമുക്കില്ല. ഒത്തിരി നല്ല ഗാനങ്ങൾ, പുതിയ ഗാനങ്ങൾ, പുതിയ തലമുറയുടെ ഗാനങ്ങൾ പോലും അദ്ദേഹം വളരെ ഭംഗിയായി. ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ നമ്മളുടെ കാതുകളിലെത്തുകയും നമ്മളുടെ കാതുകളെ വളരെയധികം സംഗീതത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രന്റെ ഇന്നത്തെ ഈ അനുസ്മരണം നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാധ്യമങ്ങള് എന്തൊക്കെയാണ്, കാരണം വെച്ചാൽ നമുക്ക് വായിച്ച് തീർക്കാൻ തന്നെ കഴിയുന്നില്ല. നവമാധ്യമങ്ങളായാലും നമ്മുടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ നമുക്ക് അത്ര കാര്യങ്ങളും അറിവുകളാണ് നമുക്ക് നേടാനായിട്ട് ജയചന്ദ്രനെ കുറിച്ചും നമ്മുടെ സംഗീതത്തെ കുറിച്ചും വന്ന 1958 മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെടിയായ എന്തും ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആ ഒരു ആർജവും കൂടി സാധാരണ കലാകാരന്മാരൊക്കെ ഒന്ന് പതുങ്ങാണ് സാധാരണ ചെയ്യുക. കാരണം അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അവർ താന്നു കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു എന്താ പറയുക, ശക്തനായ ഒരു പോരാളി കൂടിയായിരുന്നു പ്രിയപ്പെട്ട ജയചന്ദ്രൻ. കാലം ഒരാളെ മറക്കപ്പെടുമ്പോൾ അടയാളപ്പെടുത്തി, ഞാൻ നേരത്തെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അടയാളപ്പെടുത്തി പോയവരെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നുള്ള ആ വലിയ ഒരു ബോധ്യം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വല്ലച്ചിറയിലാണ് അതിന് മാതൃക കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലം. കാരണം വല്ലച്ചിറ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക ഗ്രാമമായിട്ട് എല്ലാവരും പറയുമ്പോൾ ആ സാംസ്കാരിക ഗ്രാമത്തിൽ തന്നെ ആ ഒരു അടയാളപ്പെടുത്തൽ, അല്ലെങ്കിൽ ഇത്രയും കാലം 10,000-ലേറെ പാട്ടുപാടി മലയാളത്തിൻ്റെ ഒരു ഭാവഗായകനായി നിലനിന്നിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി ഇത്തരമൊരു സാഹചര്യം, ഇത്തരമൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു ബാഷ്പാഞ്ജലി നടത്താനായിട്ട് കാണിച്ച ഒരു മനസ്സും അല്ലെങ്കിൽ ആ ധീരതയും നമുക്കറിയാം. ചെയ്യുന്നവരെ പറയാനായിട്ടായിരിക്കും ആളുകളുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് അതിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ അതിൻ്റെ പക്ഷെ അത് ചെയ്യാനെടുക്കുന്ന മനസ്സും അത് ചെയ്യാൻ കാണിക്കേണ്ട ഉത്തരവാദിത്വവും അതൊക്കെ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധത. നാദം ഓർക്കസ്ട്ര പ്രസിഡന്റ് NT രമേശ് അധ്യക്ഷത വഹിച്ചു. സെബി പിടിയത്ത്, സിജോ എടപ്പള്ളി, NN വിജയൻ, TK ജയൻ എന്നിവർ സംസാരിച്ചു. ദിലീപൻ, മല്ലിക, NT രമേശ്, ഡേവിസ്, ദീക്ഷക് തുടങ്ങിയവർ ജയചന്ദ്രന്റെ ഗാനങ്ങൾ ആലപിച്ചു. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്.
Regal Medicare Hospital, Cosmo Building, Muttuliyal. For enquiries and bookings, contact 79942 23356, 79944 23356.